ഇന്ന് മദേഴ്സ് ഡേ ആണ് എന്നുള്ളതാണ്. അമ്മമാരുടെ സ്നേഹത്തിൻ്റെയും കരുത്തിൻ്റെയും ഒക്കെ എണ്ണിയാൽ തീരാത്തത്ര എത്ര കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു അല്ലേ? അക്കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയില്ലാത്തൊരു സംഭവമുണ്ട്. അത് ഞാൻ പറയാം. സിഡ്നിയിലൊരു ആശുപത്രിയാണ്. കേറ്റ് ഓക്ക് എന്നൊരു യുവതി തൻ്റെ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയായിരുന്നു. ഈ പെൺകുട്ടി വളരെ ആരോഗ്യവതിയായ നല്ലൊരു ഹെൽത്തി ബേബി ആയിരുന്നു. പക്ഷേ ആൺകുട്ടി അനക്കമില്ലാതെയാണ് ജനിച്ചത്. അങ്ങനെ ഡോക്ടർമാർ ഏകദേശം 10-20 മിനിറ്റോളം ആ കുഞ്ഞിനെ ജീവിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. ഒടുവിൽ അവർ കേറ്റിനോട് പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അവൻ മരണപ്പെട്ടു. ഈ കാര്യങ്ങൾ ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയും കുഞ്ഞിനെ അമ്മയ്ക്ക് അവസാനമായിട്ടൊന്ന് കാണാൻ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. തൻ്റെ മകൻ മരിച്ചുപോയെന്ന് വിശ്വസിക്കാൻ പക്ഷേ ആ അമ്മ തയ്യാറായിരുന്നില്ല. അമ്മ അവനെ പൊതിഞ്ഞിരുന്ന തുണിയൊക്കെ മാറ്റി തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ കുഞ്ഞു കൈകളിൽ ഉമ്മ വച്ചു. എന്നിട്ട് അമ്മയെ വിട്ടു പോകരുത് എന്നും എൻ്റെ മകൻ തിരിച്ചു വരൂ എന്നും അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ആ കൊച്ചിൻ്റെ കൈ ഒന്ന് അനങ്ങാൻ തുടങ്ങി, ശരീരം ഒന്ന് അനങ്ങാൻ തുടങ്ങി. ആ സമയത്ത് ഓടിയെത്തി ഡോക്ടർമാർ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു അതൊരു മസിൽ റിഫ്ലെക്സ് മാത്രമാണെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഈ ഡോക്ടർമാർ പോകുന്നു. പക്ഷേ മക്കളുടെ കാര്യത്തിൽ അമ്മമാരോളം ഉറപ്പ് മറ്റാർക്കും ഉണ്ടാകില്ലല്ലോ. കേറ്റ് അവനെ അവരുടെ നെഞ്ചിലെ ചൂടിൽ തന്നെ വെച്ച് അവരോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു നിമിഷം ആ കുട്ടി ശ്വാസമെടുത്തു. കേറ്റ് ഉടൻ തന്നെ അല്പം മുലപ്പാൽ തൊട്ട് അവൻ്റെ ചുണ്ടിൽ വെച്ചു. എന്നിട്ട് ചുറ്റും കൂടി നിന്ന സകലരെയും സ്തബ്ധരാക്കിക്കൊണ്ട് കേറ്റിൻ്റെ വിരലിൽ അവൻ മുറുകെ പിടിച്ചു. ആ കുട്ടി കണ്ണു തുറന്നു. മരണത്തിൻ്റെ തണുപ്പിൽ നിന്നും ആ കുഞ്ഞ് അമ്മയുടെ ഹൃദയമിടിപ്പിൻ്റെ താളം കേട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആ കുഞ്ഞിന് അവർ ജെയ്മി എന്ന് പേരിട്ടു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ആ ദിവസങ്ങൾക്കൊക്കെ ശേഷം ജെയ്മിയും അവൻ്റെ ഇരട്ട സഹോദരി എമിലിയും അമ്മയ്ക്കൊപ്പം പൂർണ്ണ ആരോഗ്യവാന്മാരായി ആശുപത്രി വിട്ടു. ഇങ്ങനെ ശസ്ത്രക്രിയകളെയും വിശ്വാസങ്ങളെയും ഒക്കെ മാതൃത്വം തകർത്തെറിഞ്ഞ ഒരുപാട് കഥകൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നിസ്വാർത്ഥതയുടെയും സഹനത്തിൻ്റെയും ഒക്കെ ഒരു കടലാണ് മാതൃത്വം. ചോര നൽകി ജീവൻ പകർന്നും ശ്വാസം നൽകി തണലൊരുക്കിയും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കരുതുന്നതിന് പകരം വയ്ക്കാൻ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നിനും തന്നെ സാധിക്കില്ല. മക്കൾക്ക് വേണ്ടി ലോകത്തോട് മുഴുവൻ പൊരുതും അമ്മമാർ. അത് മനുഷ്യരിൽ മാത്രമല്ല കേട്ടോ, സകല ജീവജാലങ്ങളിലും അങ്ങനെ തന്നെയാണ്. ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും, സ്നേഹം നിറഞ്ഞ എല്ലാ അമ്മമാർക്കും സന്തോഷം നിറഞ്ഞ ഒരു മാതൃദിനം